ഹലോ ഗൈസ്, ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ ഒരു തറവാട് വീടാണ്. എൻ്റെ അമ്മയുടെ തറവാട് വീടാണിത്. വെങ്കലത്ത് വീട് എന്നാണ് വീട്ടുപേര്. ഇത് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ചൂലന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യണത്. ചൂലന്നൂർ മയിൽ സങ്കേതമൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ മയിൽ സങ്കേതം ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ വീട് വരുന്നത്. ഒരു 4 കെട്ട് വീടാണിത്. ഇത് 150 വർഷത്തിലേറെ പഴക്കം വരുന്നുണ്ട് ഈ വീടിന്. ഇതാണെങ്കിൽ പാലക്കാട് രാജവംശം ഉൾപ്പെടുന്ന ഒരു വീടാണ്. മരുമക്കത്തായം രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തു വരുന്നത്. ഞാനൊരു 90 കിഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലം കൂടുതലും ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ വീട് പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങളെയും കൂടി കാണിക്കണം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാലക്കാട്ടുശ്ശേരി രാജവംശത്തിൽ ഉൾപ്പെടുന്ന വീടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ത്രീകളെ നേത്യാരമായെന്നും പുരുഷന്മാരെ അച്ഛന്മാർ എന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ വീടുകളിൽ താമസിക്കുന്ന പാലക്കാട്ടുശ്ശേരി രാജവംശത്തിൽപ്പെടുന്നവർ ഇടങ്ങളിൽ നിന്നാണ് പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിച്ചു വന്നത്. ഇടങ്ങളിലുള്ളവർ വീടുകളിൽ നിന്നും, വീടുകളിലുള്ളവർ ഇടങ്ങളിൽ നിന്നുമാണ്. നമ്മളിവിടെ 4 ഫാമിലിയായിട്ടാണ് താമസിച്ചു വന്നത്. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഒരച്ഛൻ അവരുടെ 4 പെൺമക്കൾക്ക് കല്യാണം കഴിച്ചിട്ട് ഇരിക്കാനായിട്ട് മരുമക്കത്തായ രീതിയാണല്ലോ ഒന്ന് ഫോളോ ചെയ്തത്. അപ്പോൾ 4 പെൺമക്കൾക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് പണിക്ക് കൊടുത്താണ് ഈ 4 വീട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 4 അടുക്കളയുണ്ട്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്തുമായിട്ട് 2 തുളസി മാടവും. ഈ വീടിന് താഴെയായിട്ട് 6 റൂമും മുകളിൽ 7 റൂമുമാണുള്ളത്. പിന്നെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു കുളം വരുന്നുണ്ട്, തറവാട് കിണർ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ആ കുളത്തിൽ തന്നെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊന്നും അത് ആരും യൂസ് ചെയ്യുന്നില്ല. പണ്ട് കാലത്ത് വെള്ളത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തറവാട് കിണർ തന്നെയാണ് യൂസ് ചെയ്ത് വന്നത്. പിന്നെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു വെളുത്തന്മാരുടെ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ഇടയ്ക്ക് വെളുത്തന്മാർക്കൊക്കെ ആയിട്ട് പൂജ ചെയ്യാറുണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ വീടിനുള്ളിൽ കാർന്നോന്മാരുടെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. വീടിന് പുറത്താണെങ്കിൽ മുരുകൻ്റെ ചെറിയൊരു കോയിലുണ്ട്. അവിടെ നമ്മൾ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇടയ്ക്ക് പൂജ ചെയ്യാറുണ്ട് വർഷത്തിൽ. ഞങ്ങളുടെ തലമുറ വരെ ഈ വീടിൻ്റെ കൂട്ടുകുടുംബം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന തലമുറകൾക്ക് ചിലപ്പോൾ ഇത് എന്താന്ന് പോലും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എല്ലാം എടുത്തു വെച്ചത്. ഇനിയുള്ള തലമുറകൾ ഈ വീഡിയോ മാത്രമേ അവർക്ക് കാണാൻ പറ്റുള്ളൂ. കൂട്ടുകുടുംബം എന്താന്ന് പോലും അറിയാനും ആസ്വദിക്കാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനെല്ലാം ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. വീടിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്കിനി ഇതെല്ലാം ഓർമ്മകൾ മാത്രമായിട്ട്
മാറാൻ പോവുകയാണ്.